ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറി വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ നല്ല വറുക്കണ പരിവായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഒരു കത്തി വെച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ള പരിപാടി നോക്കാം. ഉരുളി വെച്ച് അതിനകത്ത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടാവണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണത്. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചക്ക വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ വീട്ടിൽ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് നല്ല കിലുകിലു എന്ന് പറഞ്ഞ സൗണ്ടില്ലേ, അത് കേൾക്കണ വരെ നമുക്കൊന്ന് ആക്കണം. അപ്പോൾ അത് ഏകദേശം അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. ആദ്യം ഇത് കറി വെക്കാനുള്ള ഐഡിയ ആയിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞ് വറക്കാനുള്ള പരുവത്തിലാണ്. അപ്പം നമുക്കിത് വറുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ചക്ക വറുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴെങ്കിലും നമുക്കിതൊക്കെ വീട്ടിലുണ്ടാക്കാമല്ലോ. അപ്പോൾ പിള്ളേർക്ക് അത്രയും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരത് മര്യാദക്ക് കഴിച്ചോട്ടെ എന്നുള്ളതിനകത്ത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കുന്നുള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്കകളും ഇതുപോലെ വറുത്തെടുക്കണം. ഒരു 3-4 ട്രിപ്പ് വറക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ പണ്ടത്തെ വീട്ടിൽ കാരണവന്മാരൊക്കെ ഇത് ഇങ്ങനെ ചെയ്യും. നമുക്കിപ്പോൾ
ആധുനിക ലോകത്താണല്ലോ നമ്മൾ. നമുക്കിതിനൊന്നും ടൈമില്ല. നമ്മൾ ഇതെല്ലാം പുറത്തുനിന്ന് റെഡിമെയ്ഡ് മേടിച്ച് നമ്മൾ കഴിക്കും. ഇതിങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്യുന്നു. ഫ്രഷ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് വല്ല ഉറപ്പുണ്ടാകും നമുക്ക് ഇത് എത്ര പഴകിയ എണ്ണയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബേക്കറിയിലൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ രാവിലെ തുടങ്ങിയുള്ള ആ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കണേന് ആ എണ്ണയുടെയൊക്കെ കളറ് തന്നെ മാറിയിരിക്കണേക്കുള്ളൂ, ബ്ലാക്ക് കളറായിരിക്കുള്ളൂ. നമ്മൾ കാശ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ പോയി നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കും. വീട്ടിലും മോശമെന്നല്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്. എന്നാലും എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. സമയപരിമിതി പറഞ്ഞ പോലെ എനിക്കും, എന്നാലും ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ഇത്തിരി ഒന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ നമുക്കും നല്ലത് കഴിക്കാം, നമ്മുടെ മക്കൾക്കാണ് മെയിനായിട്ട്. അവർ നല്ല ഭക്ഷണം കഴിച്ച് വളരണതല്ലേ നമ്മുടേത്. പിന്നെ ഇത് കുറേ ദിവസം വെച്ചേക്കാം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് റെഡിയായി വരുമ്പോൾ തന്നെ അതെങ്ങനെയുണ്ട്, ശരിയായിട്ടുണ്ടോ, ക്രിസ്പി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ തിന്നുകൊണ്ടിരിക്കും. 1 2 3 പറഞ്ഞിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിലും അത്ര അധിക ദിവസമൊന്നും വീട്ടിലിരിക്കാറില്ല കേട്ടോ. പിള്ളേരിങ്ങനെ വന്നും പോയി നിന്നുകൊണ്ടിരിക്കും. നമ്മൾ വലിയ ആൾക്കാരും മോശമല്ല, ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇതുപോലെ കോരിയെടുക്കാം. നമുക്ക് അടുത്തതും ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഇത്തിരി സ്പീഡിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ സ്പീഡിൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ടൈം എടുത്ത് തന്നെ ഞാൻ കാണിക്കണതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഞാനത് വറുക്കാനിരിക്കുമ്പോൾ ചേട്ടനും പിള്ളേരൊക്കെ എൻ്റെ അരികെ തന്നെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവർ ഇടയ്ക്കൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് അമ്മ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലത്തെ ചിപ്സൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് കേട്ടോ ആദ്യക്കൂട്ടം പറഞ്ഞേക്കണത്. ഞാൻ അവന് സ്നാക്സായിട്ട് കൊടുത്തിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കൊച്ചിനെ 2 ദിവസമായിട്ട് പനിയാണ്, അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. ഇനി സ്കൂളിൽ പോകാൻ നേരം ആകുമ്പോഴത്തേക്കും ഇത് തിന്ന് തീർത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ വറുത്ത് ഫ്രൈ ആയി വരുമ്പോൾ ഇത് ഇങ്ങനെ ചുരുങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കിയ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നാലത് തണുത്ത് പോകാതെ ഇങ്ങനെ കിട്ടുള്ളൂ നമുക്ക്. എപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ തണുത്ത് പോകുമായിരുന്നു. ഉണ്ടാക്കി വെക്കുമ്പോൾ ഫ്രൈ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ബളുബളുന്നാവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ എണ്ണ നല്ലോണം തിളച്ച് നല്ല ഇതായി കഴിയുമ്പോഴേ നമ്മൾ ഇതൊക്കെ ഇടാൻ പാടുള്ളൂ എന്നും ഒക്കെ പറഞ്ഞത്. ഞാനിങ്ങനെ ഓരോ അമ്മമ്മമാരോട് ചോദിക്കേ, അപ്പം അവരൊക്കെ പറയും ഇത് തണുത്ത് പോകാതിരിക്കാനായിട്ട് എന്താ ചെയ്യുകയെന്നിങ്ങനെ ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ അമ്മമ്മമാർ പറഞ്ഞു തന്നാണ് ഇങ്ങനെ എണ്ണ നല്ലോണം ചൂടാവണം, അതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് വറുത്ത് നമ്മൾ മാറ്റി ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഒരു ടിന്നിൽ വെച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഐഡിയ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആറി കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക വറ്റലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.